തലശ്ശേരി അതിരൂപതയുടെ മുൻ വികാരി ജനറാളും ദീപിക ദിനപത്രത്തിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടറുമായിരുന്ന മോൺസിഞ്ഞോർ മാത്യു എം ചാലിൽ നിര്യാതനായി. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ആലക്കോടുള്ള പ്രിസ്റ്റ് ഹോമിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്ന ഫാദർ മാത്യു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വാർദ്ധക്യ സഹജമായ രോഗത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 1963 വൈദിക പട്ടം സ്വീകരിച്ച ഫാദർ മാത്യു മലയോര മേഖലയുടെ ഉന്നമനത്തിനായി അഹോരാത്രം അധ്വാനിച്ച മഹാനായ കർമ്മയോഗിയായിരുന്നു. പഴയ തലമുറ ഇന്നും വളരെ ആവേശത്തോടെയാണ് മലബാർ കുടിയേറ്റത്തിന്റെ ആദ്യകാല പിതാവായ മാത്യു ചാലിയച്ചന്റെ ഓർമ്മകൾ സ്മരിക്കുന്നത്. തലശ്ശേരി രൂപതയിലെ വിദ്യാഭ്യാസ മേഖലയിലെ വിപ്ലവങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ഒട്ടുമിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അമരത്തിരുന്നതിനെ മുന്നോട്ട് നയിച്ചതും ബഹുമാനപ്പെട്ട മാത്യു അച്ഛനായിരുന്നു. മലബാറിന്റെ വികസനത്തിനായി ക്ഷീണം പ്രവർത്തിച്ച, പള്ളിയോടൊപ്പം പള്ളിക്കൂടങ്ങൾ പണിത് മലയോരത്തിന്റെ വികസന ശില്പി കൂടിയായിരുന്നു ചാലിയച്ചൻ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ചുവടുവയ്പ്പുകളാണ് ഇന്നും ക്രിസ്തീയ സമുദായത്തെ ഈ മലബാറിന്റെ മണ്ണിൽ ശിരസുയർത്തി നിൽക്കാൻ പ്രാപ്തരാക്കിയത്. ചെമ്പേരിയിൽ വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതും മാത്യു അച്ഛനായിരുന്നു. മോൺസിഞ്ഞോർ മാത്യു ചാലിയച്ചന്റെ ഭൗതിക ശരീരം ഇന്ന് രാവിലെ 8 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 4 മണി വരെ കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിലും 4 മണി മുതൽ 6 മണി വരെ ചെമ്പേരിയിലെ സ്വഭവനത്തിലും 6 മണി മുതൽ ചെമ്പേരിയിലെ പള്ളിയിലും പൊതുദർശനത്തിന് വയ്ക്കും. നാളെ രാവിലെ 10 മണി മുതൽ 11 മണി വരെ ചെമ്പേരി എഞ്ചിനീയറിംഗ് കോളേജിലും പൊതുദർശനത്തിന് വയ്ക്കും. മൃതസംസ്കാര ശുശ്രൂഷ നാളെ 6-ാം തീയതി തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ചെമ്പേരി ലൂർദ് മാതാ ദേവാലയത്തിൽ ആരംഭിക്കും. മലയോരത്തിന്റെയും ഉത്തരമലബാറിന്റെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മഹത്തായ സംഭാവനകൾ നൽകിയ കർമ്മശ്രേഷ്ഠന് വേദനയോടെ വിട.